സ്ഥാപിക്കുക. വടക്ക് കുബേരദിക്ക്, പന്നിയുടെ തല ഈ ചന്ദന ചെപ്പിനകത്തടച്ച് സ്ഥാപിക്കുക. നടുക്ക് ബ്രഹ്മസ്ഥാനം. അപ്പോൾ വീട് പണി പൂർത്തിയാകുമ്പോഴാണ് ആ ബ്രഹ്മസ്ഥാനം നമുക്ക് കുഴിച്ചിട്ട് ഒരു ചന്ദന ചെപ്പിനകത്ത് വെച്ച് ആമയുടെ തല സ്ഥാപിക്കുക. അങ്ങനെ 5 തലകളാണ് പഞ്ചശിരസായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നത്. അത് വീട് പണി പൂർത്തിയാകുന്ന മുമ്പായിട്ട് സ്ഥാപിച്ചാൽ, ഞാൻ പറഞ്ഞ രീതിയിലാണ് ഈ ചന്ദനച്ചെപ്പിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതല്ല വീട് പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു, വാസ്തു സംബന്ധമായ എന്തെങ്കിലും മർമ്മപീഠകൾ ഏറ്റിട്ടുണ്ടെങ്കിലോ വാസ്തു ദോഷ പരിഹാര കർമ്മം എന്നുള്ള നിലയിൽ നമുക്ക് ഈ പഞ്ചശിര സ്ഥാപിക്കാം. അത് ഒരു കോപ്പർ ചെപ്പ്, അത് ചെമ്പിലുണ്ടാക്കിയ ഒരു പെട്ടിക്കുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നടുഭാഗത്തായിട്ട് ആമയുടെ തലയും, കിഴക്ക് ഭാഗത്തായിട്ട് ആനയുടെ തലയും, തെക്ക് ഭാഗത്തായിട്ട് പോത്തിൻ്റെ തലയും, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സിംഹത്തിൻ്റെ തലയും, വടക്ക് ഭാഗത്തായിട്ട് പന്നിയുടെ തലയും ഇങ്ങനെ ആലേഖനം ചെയ്ത് ആ ചെപ്പ് അടച്ച് വീടിൻ്റെ പൂമുഖവാതിലിൻ്റെ വലത്തെ പടിയുടെ സൈഡിൽ, അതായത് താഴെ നിന്ന് ഏകദേശം അരക്കോല് പൊങ്ങി വലത്തെ ഭാഗത്ത് സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ വലത്തെ തറയോട് അവിടെ സ്ഥാപിക്കുകയോ അതുമല്ലെങ്കിൽ ഉയർത്ത കട്ടിളപ്പടിയോട് ചേർന്ന ഭാഗത്ത് സ്ഥാപിക്കുകയോ ചെയ്യാം. ഇത് വാസ്തു ദോഷ പരിഹാര കർമ്മം ആണ്, വാസ്തുയന്ത്രം എന്നാണ് ഇത് പറയപ്പെടുന്നത്. പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ മനുഷ്യ ശരീരം. അതേ തത്വത്തിൽ തന്നെയാണ് നമ്മുടെ ഗ്രഹത്തെയും എടുക്കണം. ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു, ഇതാണ് പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒത്തൊരു വീടിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള അപാകതകളുണ്ടാവും, വാസ്തുദോഷങ്ങളും ഉണ്ടാവും. അതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു പഴയ വീട്, ആരൂഢക്കണക്കിലുള്ള ഒരു പഴയ വീട് നമ്മൾ ഇരിക്കുകയാണ്. ചിലപ്പോൾ പലയിടത്തും തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം പൊളിച്ചങ്ങ് മാറ്റും. ഈ പഴയ വീട് പൊളിച്ചിട്ട് അതിൻ്റെ കഴിക്കോലെല്ലാം അറുത്ത് മുറിച്ച് കോൺക്രീറ്റ്, ബാക്കിയുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് എടുക്കുന്നൊരു സമ്പ്രദായം ഇപ്പം നിലവിലുണ്ട്. അത് അവരറിഞ്ഞുകൂടാതെ വലിയ ദോഷത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീടുകളും ശരിയായ രീതിയിൽ വാസ്തുവിൻ്റെ കണക്കോ മറ്റുള്ളതൊന്നും എടുക്കാറില്ല. ആദ്യമൊക്കെ അവർ ഒരുവിധം രക്ഷപ്പെട്ടു പോകുമെങ്കിലും അത് ദുരിതങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നിൽ പൊളിക്കുകയാണെങ്കിൽ പഴയ വീടുകൾ പരിപൂർണമായിട്ട് പൊളിച്ച് മാറ്റുക, അതല്ല അതിൻ്റെ അംശങ്ങൾ വെച്ചുകൊണ്ട് അതിനോട് ഒട്ടിച്ചേർത്ത് ഒരു കോൺക്രീറ്റ് വീട് പണിയുന്നത് അബദ്ധമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഈ അഷ്ടദിക്കുകൾ ഏതെന്ന് നമുക്ക് നോക്കാം. ഈശാന കോൺ, വടക്ക് കിഴക്കേ മൂല വരുന്ന ഭാഗം. കിഴക്ക് ഇന്ദ്രപദം, തെക്ക് കിഴക്ക് അഗ്നികോൺ, തെക്ക് യമദിക്ക്, തെക്ക് പടിഞ്ഞാറ് നിരതികോൺ അല്ലെങ്കിൽ കന്നിമൂല എന്ന് വരുന്ന ഭാഗം, പടിഞ്ഞാറ് വരുണദിക്ക്, പടിഞ്ഞാറ് വടക്കായിട്ട് അതായത് വടക്ക് പടിഞ്ഞാറ് വായുകോൺ, വടക്ക് കുബേരദിക്ക്. ഒരു ഫ്ലാറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ഏതെല്ലാം രീതിയിലും നമുക്ക് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പല ഫ്ലാറ്റുകളുണ്ടാകും, 50-60 ഫ്ലാറ്റുകൾ വരെ ഉണ്ടാകും. ഒരു അപ്പാർട്ട്മെൻറ്റ് പണി തുടങ്ങുന്നതിന്, എൻ്റെ സ്കെൽട്ടൺ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ പരസ്യം ചെയ്യുകയും നമ്മൾ ചെന്ന് അവരുടെ പ്ലാനെല്ലാം കണ്ട് ഏത് ഫ്ലോറിൽ വേണം നമുക്ക് ഫ്ലാറ്റ് വേണം, അല്ലെങ്കിൽ ഏതെല്ലാം ആവശ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ പലരും നമ്മൾ ആ പ്ലാൻ കണ്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് അതിനൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടത്, ഏതെല്ലാം രീതിയിൽ ക്രമീകരിക്കണം എന്നത് ആ പ്ലാൻ ചർച്ചയിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാം. സ്കെൽട്ടൺ മാറ്റാൻ സാധിക്കില്ല ഫ്ലാറ്റിനെ സംബന്ധമായിട്ട്, എന്നാൽ മുറികളുടെ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഏത് രീതിയിലാണ് ക്രമീകരിക്കാൻ സാധിക്കും. അടുക്കളയുടെ നേരത്തെ ഒരു അടുക്കള വരേണ്ട ഭാഗത്ത് വേണമെങ്കിൽ റൂമാക്കി മാറ്റാൻ സാധിക്കും, റൂം വരുന്ന സ്ഥലത്തിന് അടുക്കള മാറ്റാൻ സാധിക്കും, ഡ്രോയിങ് ഹാളിൽ തിരിക്കാൻ സാധിക്കും. അപ്പം ഫില്ലർ മാറ്റാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും റൂമുകളുടെ അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് ഫ്ലാറ്റിൽ തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. ഞാൻ മുൻപ് ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കുടുംബപരമായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കുടുംബിനിയുടെ
ജന്മനക്ഷത്രത്തിൻ്റെ ഭാഗ്യദിക്ക് കണക്കെടുത്ത് ഭൂമഭാഗത്തിൽ കൊടുക്കുന്നത്. തെക്ക് ഭാഗത്ത് തന്നെ കഴിയുന്നതും നമ്മുടെ ബെഡ്റൂമെല്ലാം വരാൻ നോക്കണം. അതായത് അടുക്കള അഗ്നികോണിലോ അല്ലെങ്കിൽ വായുകോണിലോ അല്ലെങ്കിൽ ഈശാനകോണിലോ വരുന്നതിന് ശ്രദ്ധിക്കണം. സൂര്യപ്രകാശമെല്ലാം വീട്ടിനുള്ളിലേക്ക് വരുന്നതിന് ആവശ്യം വേണ്ട വാതിലും കൊടുത്തുകൊണ്ടും ആവശ്യമില്ലാത്തത് കർട്ടനൊക്കെ ഇട്ട് ക്രമീകരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൂര്യപ്രകാശവും വായുവും കടക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അപ്പാർട്ട്മെൻറ്റ് എപ്പോഴും തന്നെ സെല്ലാർ ഗ്രൗണ്ട് ഏറ്റവും താഴെയാണ് കാർ പാർക്കിംഗ് എല്ലാം ചെയ്യുന്നത്. കാർ പാർക്കിംഗ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ തറ ലെവൽ നോക്കാമെങ്കിൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഉയർന്നു തന്നെ ആയിരിക്കും. ഇപ്പോൾ അവർ പണിയുന്നത് ആ രീതി തന്നെയാണ്, ഉയർന്നു തന്നെ ആയിരിക്കും. ആ ഉയർന്ന ഭാഗങ്ങൾ അവരുടെ ഗോഡൗണായിട്ടും അല്ലെങ്കിൽ സ്റ്റോർ മുറികളായിട്ടും അങ്ങനെ പല കാര്യങ്ങളും അവർ ക്രമീകരിക്കും. ബാക്കിയുള്ള വടക്കും കിഴക്കും ഭാഗങ്ങളെല്ലാം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് സെല്ലാർ എടുത്തിട്ടായി. പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഭാഗം വടക്ക് കിഴക്ക് ഭാഗം തന്നെ ആയിരിക്കണം. കഴിയുന്നതും ഒരു അപ്പാർട്ട്മെൻറ്റിൽ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ഓപ്പൺ പ്ലേസ് ആയിട്ട് കഴിയുന്നതും വിടുക. സ്ഥലം നമുക്ക് കുറച്ച് ഉപയോഗിക്കുന്ന ഭാഗം പടിഞ്ഞാറും തെക്കും. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ പരിപൂർണമായിട്ട് പൂർത്തിയായി വാങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഈ പ്ലാൻ ചർച്ച ചെയ്ത് പ്ലാനോട് തന്നെ നമുക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി വാസ്തു നിയമപ്രകാരം കഴിയുന്നതും വാസ്തു നിയമപ്രകാരം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വീട് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് അത് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ വാസ്തു നിയമപ്രകാരം പറയുന്നത്. ഒരു വീട് വയ്ക്കുന്നതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ DVD-യിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തീരുന്നതാണ് ഈ DVD. അതിനാൽ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും വാസ്തുസംബന്ധമായ പല കണക്കുകളും ഒന്നും തന്നെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. അതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് ഞാനൊരു ബുക്ക് ഇറക്കുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും കണക്കുകളും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വീട് വയ്ക്കുന്നതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ DVD-യിൽ പറയുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം.